ദൈവമില്ലെന്ന് അറിയുന്നവരോട് സൗഹൃദപരമായി സംവാദം നടത്തുകയും ചെയ്യുക എന്നതാണ് പൊതുവായി ഉപയോഗിക്കാവുന്നത്. ഈ നിനക്ക് ഫാദറിനോടായാലും സ്വാമിയോടായാലും എനിക്ക് വിയോജിപ്പില്ല. അവർക്ക് എന്നോടും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ഒന്നാണ്. ദൈവം വേണം, ഒരു ദൈവമായിരിക്കണം. സങ്കല്പങ്ങളും ആരാധന കർമ്മങ്ങളും വ്യത്യസ്തമായി അതിൽ നിർവചിക്കപ്പെടണം. പക്ഷെ ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു ഏകത്തിലൂടെ മാത്രമേ നമുക്ക് സംവാദമുള്ളൂ. അത് മാന്യമായി നമ്മൾ സംവദിച്ചാലും പ്രശ്നമില്ല. കാരണം ഒരു കാര്യത്തെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ പിന്നെ സർവീസ് പറഞ്ഞത് പോയി, ഞങ്ങൾ പറഞ്ഞത് പോലും കേട്ടില്ല, ഞാനൊരു ഇതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടൊക്കെ പറഞ്ഞൊന്നുമില്ല. ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ്. നമ്മൾ പറയാവുന്ന ആൾ ഒരുപാട് വാക്ക് കേൾക്കാറുണ്ട്. കേൾക്കാതെ പോകുന്ന ആളൊന്നല്ല, കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. ജാനുവരി 6-ന് കോഴിക്കോട് വെച്ചൊരു ചെറിയ പരിപാടിയിൽ പോയി. അവിടെ ഇൻക്ലൂസീവ് ഇസ്ലാം ആൻഡ് ഹ്യൂമനിസം ഒരു കൂട്ടായ്മ അവർ സംഘടിപ്പിച്ച ഒരു പരിപാടി, ഒരു ചർച്ച. ആ ചർച്ചയിലെ ഭാരതീയ സെമിറ്റിക് ഈ രണ്ട് പ്രതലത്തിലുള്ള മതങ്ങൾ, വേദങ്ങൾ, അവരുടെ ദൈവവിശ്വാസ സങ്കല്പങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടിയിരുന്ന് അവരവരുടെ ചെറിയ പരിപാടി. അപ്പൊ ആ പരിപാടിയിൽ ദൈവത്തെക്കുറിച്ച് അത്ര കാര്യമായിട്ട് പരിഗണിക്കാത്ത എന്നെയും കൂടെ ക്ഷണിച്ചിരുന്നു. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ പ്രധാനമായിട്ടുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, വ്യത്യസ്തമായ മതങ്ങളെയും ദൈവങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ പൊതു മാനവികതയെക്കുറിച്ച്, പൊതുവെ മനുഷ്യരെ കുറിച്ച്, അതല്ലെങ്കിൽ ഒരു ഏകത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന അപൂർവം വേദികളാണ്. വിവിധ മതങ്ങളുടെ നേതാക്കന്മാര്, വിവിധ വേദങ്ങളുടെ നേതാക്കന്മാർ കൂടിയിരിക്കുന്നു. അതൊരു അപൂർവ കാഴ്ചയാണ്. രണ്ടാമത്തത്, അവിടെ വളരെ കൃത്യമായിട്ട് ഒരു ദൈവവിശ്വാസത്തെ കുറിച്ച് അവർ പറയുമ്പോൾ, ദൈവവിശ്വാസം എന്തുകൊണ്ട് നമുക്ക് ആ അർത്ഥത്തിൽ ഇവർ പറയുന്ന ദൈവവിശ്വാസം ഇല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മളുടെ ഒരു അവസരമായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതിനപ്പുറത്തേക്ക് വേറൊരു കാരണമുള്ളത്, എല്ലാ മതത്തിന്റെയും എക്സ്ട്രീം എലമെന്റുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മതത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരുടെ വിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി, അവരെല്ലാം വിശ്വാസത്തിൽ നിന്ന് മുക്തമായി, മതത്തിൽ നിന്ന് മുക്തമായി പുറത്തു വന്നതിന് ശേഷം അങ്ങനെ ഉണ്ടാവുന്ന ഒരു സമാധാനം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം, അങ്ങനെ മാത്രമേ സമാധാനം ഉണ്ടാവേണ്ടതുള്ളൂ എന്ന് വിചാരിക്കുന്നതും ഒരു അർത്ഥമില്ലാത്ത ചിന്തയാണ്. മറ്റൊരു മാർഗമാണ് മതത്തിലുള്ള ആളുകൾ എല്ലാവരും നിരന്തരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പൊതുമാനവികതയെക്കുറിച്ച്, പൊതുധാർമ്മികതയെക്കുറിച്ച്, എല്ലാ മതങ്ങളും ഒന്നായി കൂടിയിരിക്കേണ്ടതിനെ കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചും സമന്വയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വേദികൾ ധാരാളമായിട്ട് ഉണ്ടാവും. അപ്പം വെറുപ്പിന്റേതായിട്ടുള്ള പ്രതലങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാകും. അപ്പം മതവിശ്വാസം ഉള്ളവരും മതവിശ്വാസം ഇല്ലാത്തവരും എന്ന വേർതിരിവിനപ്പുറത്തേക്ക് മതവിശ്വാസത്തെ പുൽകുന്ന ആളുകൾ അവർ തമ്മിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം, ഒരു സമന്വയം അതുണ്ടായി വരിക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എന്റെ അഭിപ്രായം അവിടെ പറയുക എന്ന ഉദ്ദേശം കൂടി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സുന്നി ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നാസർ ഫൈസി കൂടത്തായി വളരെ ശക്തമായ രീതിയിൽ ആളുകൾ, കാലഘട്ടം, ജനങ്ങളുടെ ബോധ്യം, വിശ്വാസികളുടെ മനോനില ഇതൊന്നും പരിഗണിക്കാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരസ്യമായിട്ട് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ അറിയാവുന്നത്. പല വിവാദമായിട്ടുള്ള പ്രസ്താവനകൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള ആളാണ് സമസ്തയുടെ പ്രതിനിധി എന്ന രീതിയിൽ. നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോൾ ഫുട്ബോൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, മറ്റു പല അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ അത്തരം വിവാദം ഉണ്ടാക്കിയ പല പ്രസ്താവനകളും അദ്ദേഹമാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഒരു ഭാഗത്തുള്ള ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ആ സംസാരം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ചില വാക്കുകളാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തി ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാനുള്ള കാരണം. അത് മാത്രം നമുക്ക് ആദ്യം കേൾക്കാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു. പക്ഷെ ദൈവം ഇല്ലെന്ന് പറയുന്ന ഏകത്തിലൂടെ മാത്രമേ നമുക്ക് സംവാദമുള്ളൂ. അത് മാന്യമായി നമ്മൾ സംവദിച്ചാലും പ്രശ്നമില്ല. കാരണം ഒരു കാര്യത്തെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ പിന്നെ സർവീസ് പറഞ്ഞത് പോയി, ഞങ്ങൾ പറഞ്ഞത് പോലും കേട്ടില്ല, ഞാനൊരു ഇതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടൊക്കെ പറഞ്ഞൊന്നുമില്ല. ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ്. നമ്മൾ പറയാവുന്ന ആൾ ഒരുപാട് വാക്ക് കേൾക്കാറുണ്ട്. കേൾക്കാതെ പോകുന്ന ആളൊന്നല്ല, കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ ഇവിടെ വിശ്വാസികളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, അടുത്ത ബന്ധുക്കളോട് ഒക്കെ ഒരു ചെറിയൊരു അഭ്യർത്ഥന, ഒരു തമാശ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇദ്ദേഹം ആ പരിപാടിയിൽ സംബന്ധിച്ച് ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പരിപാടിയുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഓരോ ആളുകളും അവരവരുടെ അഭിപ്രായങ്ങൾ 10 മുതൽ 15 മിനിറ്റ് വരെ ആദ്യ റൗണ്ടിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ, വ്യക്തികൾക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ അവരവരിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം അടുത്ത റൗണ്ടിൽ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞ ആശയങ്ങളോടും സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളോടും ഒരുമിച്ച് ചേർത്ത് പ്രതികരിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിലുള്ള ഒരു സമയം സംസാരിക്കുക. ഇങ്ങനെയായിരുന്നു പരിപാടിയുടെ ഒരു
ഒരു രീതി പറഞ്ഞിരുന്നത്. നാസർ ഫൈസി കൂടത്തായിക്ക് ആദ്യത്തെ ഒരു റൗണ്ട് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം അങ്ങനെ പോകും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാലേ എനിക്ക് മറുപടി പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഒന്ന്, മതമുള്ളവർ അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അവരവരുടെ ദൈവവിശ്വാസ സങ്കല്പത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദിയായിരുന്നു അത്. അതുകൊണ്ട് ദൈവമില്ല അല്ലെങ്കിൽ ദൈവത്തിൽ കാര്യമായി വിശ്വസിക്കാത്ത, ദൈവത്തെ അത്ര സീരിയസ് ആയിട്ട് പരിഗണിക്കാത്ത ഒരു ആൾ എന്ന നിലക്ക് എൻ്റെ ഒരു പ്രസൻസിൻ്റെ പ്രസക്തി പോലും ഒരുപക്ഷെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പല ആളുകൾക്കും അതുപോലെ തന്നെ സംശയം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ദൈവവിശ്വാസം ഇല്ലായ്മയെക്കുറിച്ച് കൂടി പരാമർശിക്കേണ്ടത് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് തോന്നി. അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം ദൈവം എന്തുകൊണ്ട് ദൈവവിശ്വാസി ആയിരിക്കണം, എന്തുകൊണ്ട് ദൈവവിശ്വാസി ആയി മീൻസ് ദൈവവിശ്വാസം ഇല്ലാതെ ആയിക്കൂടാ എന്നതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നതിനിടയിൽ അതിനോടുള്ള നമ്മുടെയൊക്കെ പ്രതികരണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ പ്രതികരണം കേൾക്കാൻ അദ്ദേഹത്തിന് സമയമില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ വേണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഞാൻ എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും കുടുംബക്കാരോടും അയൽവാസികളോടൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ വളരെ തമാശയായിട്ട് എടുത്താൽ മതി. ഇതുപോലെ നാസർ ഫൈസി കൂടത്തായിയെ പോലെയുള്ള സമസ്തയുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട് എന്ന് അവർ തന്നെ പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ മാത്രം ഇത് കേൾക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വസ്ഥമായും സമാധാനമായും സ്നേഹത്തോടെയും പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും അതിനെക്കുറിച്ച് മറുപടി ഉണ്ടെങ്കിൽ അത് മറുപടി പറയാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഒരാളുടെ അഭിപ്രായം കേൾക്കില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്നെ കാണൂല, മിണ്ടൂല, എന്നെ കേൾക്കൂല, കേൾക്കരുത്, കാണരുത് എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാണ്, അതിൻ്റെ ഒന്നും കാര്യമില്ല. ഉസ്താദുമാരൊക്കെ നമ്മളെ വീഡിയോ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കും കേൾക്കാവുന്നതാണ് എന്ന് തമാശയായിട്ട് ആമുഖമായിട്ട് പറയുന്നു. ഇനി അദ്ദേഹം ഉയർത്തിയ ചില വാദഗതികളെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമിന്റെ പശ്ചാത്തലത്തിലും ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ഇസ്ലാം വിമർശനമാണ് എന്നതുകൊണ്ടും ഈ രണ്ട് കാര്യങ്ങളിൽ പരാമർശിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില വാദഗതികൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ചില വാദഗതികളെ അതിൻ്റെ ആത്മാർത്ഥതയെ ഒന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉറച്ച അഭിപ്രായമാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് കാണുന്നു. മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം ആ ഒരു മാറ്റത്തെ ഇത്തരമൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരോടും സഹകരിക്കുന്നവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്, നമ്മളെല്ലാത്തിനെയും അംഗീകരിക്കുന്നവരാണ്, നമ്മൾ വളരെ ഇൻക്ലൂസീവാണ്, നമ്മൾ വൈജാത്യങ്ങളെയൊക്കെ പുൽകുന്നവരാണ് എന്ന് വെറുതെ ആ സദസ്സിനെയും അവിടെ ഇരിക്കുന്ന ആളുകളോട് ആ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതാണോ അല്ല ആത്മാർത്ഥമായിട്ട് ആ ഒരു മാറ്റം സമൂഹത്തിൽ അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആ കാര്യമാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം ഇസ്ലാമിക ദൈവവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇസ്ലാമിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ വിശാലതയെക്കുറിച്ചും അതിൻ്റെ ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ആ ഒരു സഹിഷ്ണുതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. അതെന്തായാലും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അവതാര പുരുഷന്മാരെ ദൈവികത്വം കൽപ്പിക്കുന്നതിനോട് ഇസ്ലാം യോജിക്കാൻ കഴിയില്ല എന്നല്ലാതെ അവരുടെ പ്രബോധന ധാർമ്മിക സംസ്ഥാപനത്തെ ഇസ്ലാം എതിർക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന സെമിറ്റിക് മതങ്ങളിലെ ദൈവസങ്കല്പമായാലും ഭാരതീയ സംസ്കാരത്തിലെ ഭാരതീയ ദൈവങ്ങളായാലും ദൈവസങ്കല്പങ്ങളായാലും ക്ലാഷ് ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസമുള്ള സങ്കല്പം അതനുസരിച്ചുകൊണ്ട് ആരാധിച്ചാൽ മതി. അതാണ് സത്യം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ സംഘർഷത്തിന്റെ ഒരു നിർവാഹമില്ല. ദൈവിക സങ്കല്പത്തിൽ എന്തിന് സംഘർഷത്തിലേക്ക് പോകണം? ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തിന് സംഘർഷത്തിലേക്ക് പോകണം? ആരുമായിട്ടും സംഘർഷം ആവശ്യമില്ല. വൈവിധ്യം, വ്യത്യസ്തത, വിശ്വാസത്തിലെയും ആരാധനയിലെയും ആചാരത്തിലെയും ഒക്കെ വൈജാത്യം, അതിനെയൊക്കെ വളരെ സഹിഷ്ണുതയോടെ കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ വിമർശിക്കേണ്ടതായിട്ടൊന്നുമില്ല. അത് അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇസ്ലാം ഈ വൈജാത്യങ്ങളെ അംഗീകരിക്കുന്ന, ഈ വിശ്വാസത്തിലെയും ആരാധനയിലെയും വൈവിധ്യങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്ന, വിശ്വാസ കാര്യങ്ങളിൽ ഒരു ദൈവത്തെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഒരു ദൈവത്തെ വിശ്വസിച്ചാൽ മതി, ബാക്കിയൊന്നും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു മതവിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ? ആ വിശ്വാസ സ്വാതന്ത്ര്യത്തെ, ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യങ്ങളെ ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ ഇസ്ലാം എന്നത് പ്രാമാണികമായിട്ട് അദ്ദേഹം മറുപടി പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വാസികൾ ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞത് പ്രാമാണികമായിട്ട് ശരിയാണോ എന്ന് വിശ്വാസികൾ ഓരോരുത്തരും ആലോചിക്കാം. അപ്പൊ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണെങ്കിലും ദൈവം ഒന്നാണ്. പലതായി പല രൂപത്തിൽ മനുഷ്യനെ കണ്ടാലും ദൈവം ഒന്നാണ്.
ഒരു ഇലാഹയുള്ളൂ, ഒരു ദൈവമേ, ഒരു പടച്ചോനുള്ളൂ. അതിന് വ്യത്യസ്തമായി ജനങ്ങൾ കാണുകയും അതിൽ വ്യത്യസ്തതയെ നമ്മൾ അംഗീകരിച്ചാൽ അത് നമ്മുടെ വൈരാഗ്യങ്ങളുടെയും വ്യതിരക്തതയുടെയും ഒക്കെ ഉള്ള നിറച്ചാർത്തുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഇവിടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഉത്സവതയാണ്. അപ്പൊ ഒരു ദൈവമുണ്ട്, ഒരു ദൈവമേ ഉള്ളൂ, ഏകദൈവം, അങ്ങനെ ഒരു സങ്കല്പത്തിൽ നിൽക്കുന്ന കാര്യത്തോളം അതിൽ വൈവിധ്യങ്ങൾ, അവരവരുടെ ആരാധന, അവരവരുടെ ആചാരങ്ങൾ, അവരവരുടെ സംസ്കാരം, അതിനെയൊക്കെ വൈവിധ്യങ്ങളായിട്ട് കാണണം, അതിനെയൊക്കെ ഉൽഗണം. അതാണ് മനോഹരമായ ദൈവവിശ്വാസ സങ്കല്പം എന്ന് പറയുന്നത്. ഈ പറയുന്ന അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെങ്കിൽ, മുസ്ലിം പണ്ഡിത നേതൃത്വത്തിന്റെ പൊതുവിലുള്ള അഭിപ്രായമാണെങ്കിൽ അതിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ അംഗീകരിക്കണം, അനുമോദിക്കണം. പക്ഷെ ഇവിടെയും ആ പ്രശ്നം നിലനിൽക്കുന്നു. ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തോ അല്ലെങ്കിൽ ഷിയാ വിഭാഗമാണെങ്കിൽ ആ ഷിയാ വിഭാഗമോ ഇസ്ലാമിന്റെ പ്രബലമായ വീക്ഷണമനുസരിച്ച് ഇത്തരം വൈജാത്യങ്ങളെ അംഗീകരിക്കാൻ കഴിയുമോ, അവരോട് സഹകരിക്കാൻ കഴിയുമോ, അതിനെയൊക്കെ ഉൾച്ചേർക്കാൻ കഴിയുമോ, വിശ്വാസികൾ ആലോചിക്കാം. ഇവിടെ നമ്മൾ നിലകൊള്ളുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ സംഘർഷത്തിന് ഒരു ഉപാധിയില്ല. അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസം ഇസ്ലാം അത് നൽകുന്നത് ബഹുദൈവ വിശ്വാസികളാകേണ്ടവരോട് സംഘർഷത്തിലേക്ക് പോകണമെന്നല്ല. ഇസ്ലാമിന്റെ ചരിത്രം മുഴുവൻ പറയുന്നത് ബഹുദൈവ വിശ്വാസത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യണം എന്ന് തന്നെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ, അതൊരു പക്ഷെ ആചാരങ്ങളും ആരാധനാ രീതികളും വിശ്വാസങ്ങളും വിളിക്കുന്ന ദൈവത്തിന്റെ പേരും ഒക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ എന്നിരിക്കിൽ എല്ലാ മതവിശ്വാസവും ഏകദൈവത്തെയാണ് പുൽകുന്നത് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസമാണ് പറയുന്നത് എന്നിരിക്കെ ബഹുദൈവ വിശ്വാസങ്ങളോട് സംഘർഷത്തിന്റെ കാര്യമേ ഇല്ല എന്ന് പറയുന്ന ഇദ്ദേഹം ഇസ്ലാമിന്റെ ചരിത്രം മുഴുവൻ ബഹുദൈവാരാധനയ്ക്കെതിരായ സന്ധിയില്ലാത്ത സമരമായിരുന്നു എന്ന് ഇസ്ലാമിന്റെ പുസ്തകങ്ങളും ചരിത്രവും ഇസ്ലാമിന്റെ അഖീദയും വിളിച്ചു പറയും. ഇവർ തന്നെ പറയാറുള്ളതനുസരിച്ച് മക്കയിലെ മുഹമ്മദ് നബിയുടെ ആദ്യത്തെ 13 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ആകെ ഊന്നിയത് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മുക്തമാവുക, ഏകദൈവ വിശ്വാസത്തിന് കീഴ്പ്പെടുക, തൗഹീദ് ഉറപ്പിക്കുക എന്നതിലായിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഏകദൈവ വിശ്വാസത്തെ മുഹമ്മദ് നബി പറയുന്ന ദൈവത്തെ മാത്രം അംഗീകരിച്ച് ഒരു വ്യത്യസ്തതയും വൈവിധ്യവും ഇല്ലാതെ മുഹമ്മദ് നബി എന്താണോ പറയുന്നത് അതുമാത്രമാണ് ഏകദൈവത്തിൽ നിന്നുള്ളത്, അതുമാത്രമാണ് മനുഷ്യർ പൂർണ്ണമായിട്ട് അംഗീകരിക്കേണ്ടത്, അതല്ലാത്തതെല്ലാം കാലഹരണപ്പെട്ടിരിക്കുന്നു, ബാക്കിയുള്ള എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉപേക്ഷിച്ച് മുഹമ്മദ് നബി എന്ത് പറഞ്ഞോ അതനുസരിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്, അതുമാത്രമാണ് സന്മാർഗം, അതുമാത്രമാണ് ദൈവത്തിൽ നിന്നുള്ള മാർഗം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം മുഹമ്മദ് നബിയിലൂടെ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ പൂർത്തീകരിക്കാൻ പെടാൻ പോകുന്ന ഇസ്ലാം മാത്രമാണെന്നും ബാക്കിയുള്ളതെല്ലാം വഴിപിഴച്ചതാണെന്നും വഴികേടാണെന്നും അതുമായി ബന്ധപ്പെട്ട അത്തരം വിശ്വാസത്തിലുള്ള ആളുകൾ മൃഗതുല്യരാണെന്നും അവർ മ്ലേച്ഛമാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഖുർആനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് നാസർ ഫൈസി കൂടത്തായിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ദൈവവിശ്വാസ കാര്യത്തിൽ വൈവിധ്യങ്ങൾ അംഗീകരിക്കുക എന്നതല്ലാതെ എന്തിന് സംഘർഷം എന്ന് ചോദിച്ചാൽ, ബഹുദൈവാരാധകരായ ആളുകൾക്ക് മക്കം കീഴടക്കിയതിനു ശേഷം മുഹമ്മദ് ആദ്യം ചെയ്ത പണി 360ഓളം വിഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു ആരാധനാലയത്തിൽ വെച്ച് വൈവിധ്യങ്ങളെ ഉൾച്ചേർത്ത് അവിടെ നിലകൊണ്ടിരുന്ന ഒരു ദേവാലയത്തിൽ ഒരു ദൈവസങ്കല്പത്തെ മാത്രം മുൻനിർത്തി പ്രാർത്ഥിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുകയും മറ്റു വിശ്വാസങ്ങളെ, ആ ഏകദൈവ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് ഇസ്ലാമിന് കീഴ്പ്പെടാത്ത മനുഷ്യർക്ക് അവിടെ പ്രവേശനം നിഷേധിക്കുകയും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും അവരുടെ വിഗ്രഹങ്ങളെ അപമാനിക്കുകയും തകർക്കുകയും ചെയ്യുകയാണ് മുഹമ്മദ് നബി ചെയ്തത്. ആ മാതൃകയിൽ എന്ത് ഇൻക്ലൂസിവിറ്റിയാണ് ഉള്ളത്, ആ മാതൃകയിൽ എങ്ങനെയാണ് ഇതിനെ വൈവിധ്യങ്ങളായിട്ട് ഉൾച്ചേർത്തത് എന്നത് ഇതിന് നാസർ ഫൈസി മറുപടി പറയാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല, അദ്ദേഹത്തിന്റെ വാദഗതികൾ വിശ്വാസികളുടെ മുമ്പിലേക്ക് ഒരു പുനർവിചിന്തനത്തിന് വേണ്ടി സമർപ്പിക്കാം. ഇനി അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്ന ഉദ്ദേശത്തിൽ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു, ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അതാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്നോ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി എന്നോ നാസർ ഫൈസി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് എന്റെ പോയിന്റ്. അതാ ഏകവിശ്വാസം അടിസ്ഥാനപരമായി നിലകൊണ്ട് അതിലേക്ക് ക്ഷണിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസം അവർക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു മതവിശ്വാസികളുടെ ബഹുദൈവ വിശ്വാസമല്ല, അവർക്കും ഏകദൈവ വിശ്വാസമാണ്. ആരാധനാ രീതിയിൽ ഉണ്ടാകുന്ന ബഹുത്വമല്ല, അത് അവരുടെയും ഏകദൈവ വിശ്വാസം. അപ്പൊ ഏകദൈവത്വമാണ് ഒരർത്ഥത്തിൽ ശാസ്ത്രീയത. അപ്പൊ ഈ പറയുന്നത് അനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞത് ബഹുദൈവാരാധന എന്നൊരു സംഭവമേ ലോകത്തില്ലാണ്, ബഹുദൈവ വിശ്വാസം എന്നൊരു സംഭവം ഇല്ല. വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരാധനയിൽ പല പേരിൽ അവർ വിളിക്കുന്നുണ്ടാവും, പല സങ്കല്പങ്ങൾ ആരാധനാ കാര്യങ്ങളിൽ അവർക്കുണ്ടാവും. എന്നതിനപ്പുറത്തേക്ക് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാ ദൈവവിശ്വാസികളും ഏകദൈവത്തെ വിശ്വസിക്കുന്നതാണ്. 3 ദൈവമുണ്ട് 4 ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്ന
ഒരു ദൈവവിശ്വാസിയും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ മുഹമ്മദ് നബി അവിടെ സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത ബഹുദൈവ വിശ്വാസികൾ അവരും ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ആർക്കും രണ്ടാമതൊരു ദൈവം ഉണ്ട് എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു സംശയമില്ല. രണ്ടാമതൊരു ദൈവം ഉണ്ടോ അതോ ഒരു ദൈവമേ ഉള്ളോ എന്ന് സംശയമില്ല. രണ്ടാമതൊരു ദൈവം ഉണ്ടോ എന്ന് സംശയമുള്ളതും രണ്ടാമതൊരു ദൈവം ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ലോകത്തിലെ ഏക വേദഗ്രന്ഥം ഖുർആനാണ്. ഇസ്ലാമിനും അള്ളാഹ്ക്കും മുഹമ്മദ് നബിക്കും ഖുർആനും മാത്രമാണ് വേറെയും ദൈവമുണ്ടോ എന്ന ആശങ്കയുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ഇടക്കിടക്ക് ഖുർആനിൽ എന്നെ അല്ലാതെ നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഞാൻ മാത്രമാണ് ഒറിജിനൽ ദൈവം എന്ന് പറയേണ്ടി വരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും വേറെ ദൈവങ്ങളുണ്ട് എന്ന അള്ളാഹുവിനൊരു സംശയം ഉള്ളതുപോലെ ഒരു തോന്നൽ. അള്ളാഹു സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ വേറെയും സൃഷ്ടികർത്താക്കൾ അള്ളാഹിന്റെ അത്രയും കേമന്മാരല്ലാത്ത ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞ വേറെ സൃഷ്ടികർത്താക്കൾ ഉണ്ടോ എന്ന് അള്ളാഹ്ക്കാണ് സംശയം. നോക്കൂ, നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും ഏത് ദേവാലയത്തിൽ പോയാലും ഏത് ദിക്കിലേക്ക് തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ വിളിക്കുന്നതെല്ലാം എന്ത് പേരിട്ട് വിളിച്ചാലും അത് എന്നെയാണ് എന്നൊരു ആത്മാർത്ഥമായ ഒരു ആത്മവിശ്വാസം, ഒരു ഉറപ്പ് യഥാർത്ഥത്തിലുള്ള ഏകദൈവത്തിനുണ്ട് എങ്കിൽ എങ്ങനെയാണ് ലോകത്ത് മനുഷ്യർ ചെയ്യുന്നതിലേക്കും വെച്ച് ഏറ്റവും കൊടിയ പാപമായിട്ട് ശിർക്ക് വരിക? ഇപ്പൊ ഞാനാണ് ദൈവം എന്ന് വെറുതെ സങ്കല്പിക്കാം. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാത്രമേ ദൈവമുള്ളൂ, വേറെ ദൈവമൊന്നുമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ എല്ലാവരും എന്നെയാണ് ആരാധിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു. ഇനി ദൈവം എന്ന പേരിൽ നിങ്ങൾ പല കാലങ്ങൾ കൊണ്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നിങ്ങൾ ജീവിച്ചിട്ടുള്ള നിങ്ങളുടെ ആചാരമോ അനുഷ്ഠാനമോ പല ഭാഷ ദേശ കാലത്തിലൂടെ കടന്നു വന്ന മനുഷ്യർ എന്ത് പേരിട്ട് വിളിച്ചാലും, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് വിളിച്ചാലും തെക്കോട്ട് തിരിഞ്ഞാലും വടക്കോട്ട് തിരിഞ്ഞാലും അതെന്നെയാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ട് എന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾ വേറെ ദൈവത്തെ വിളിച്ച് ആരാധിക്കരുത് നിങ്ങളോട് പറയണത്? എനിക്ക് ഉറപ്പുണ്ട് ഞാനേ ഉള്ളൂ, ഞാനല്ലാതെ ഒന്നുമില്ല, ഞാനല്ലാതെ വേറെ എനിക്ക് പകരം വേറെ ആളില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ അല്ലാതെ വേറെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വേറെ ആൾക്കാരെ പറഞ്ഞേക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണം, എന്നെ അല്ലാതെ ആരാധിക്കരുത്, നിങ്ങൾ വേറെ എന്ത് വൃത്തികേട് വേണമെങ്കിൽ ചെയ്തോ, ഞാനല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്, അങ്ങനെ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നും പറഞ്ഞ് ഞാൻ ഈഗോ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ വിശ്വാസികൾ ആലോചിക്കുക. രണ്ടാമതൊരു ദൈവത്തിന്റെ സാധ്യതയോ സംശയമോ ആകെ ഉന്നയിക്കുന്നത് അള്ളാഹുവും ഇസ്ലാമും മാത്രമാണ്. വേറൊരു മതങ്ങളിലും രണ്ടാമതൊരു ദൈവം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചും പരാമർശമില്ല. കാരണം ആ ദൈവങ്ങൾക്കൊന്നും അങ്ങനെ ഒരു സംശയമോ സന്ദേഹമോ ഇല്ല. എപ്പോഴാണ് ഒരാൾക്ക് ഞാനാണ് ഒറിജിനൽ എന്ന് പറയേണ്ടി വരിക? ആൾ ഒറിജിനൽ ആണെന്ന് ആൾക്ക് തന്നെ ഉറപ്പില്ലാതാവുമ്പോഴാണ്, അല്ലെ? ഓക്കെ, ബാക്കി. ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുന്ന മുഴുവൻ സമൂഹവും ഏകദൈവത്തിലേക്ക് പോവുകയും ദൈവം ഇല്ലെന്ന് അറിയുന്നവരോട് സൗഹൃദപരമായി സംവാദം നടത്തുകയും ചെയ്യുക എന്നതാണ് പൊതുവായി ഉപയോഗിക്കാവുന്നത്. ഈ നിനക്ക് ഫാദറിനോടായാലും സ്വാമിയോടായാലും എനിക്ക് യോജിപ്പില്ല, അവർക്ക് എന്നോടും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ഒന്നാണ്. ദൈവം വേണോ ഏകദൈവമായിരിക്കണം, ഒരു ദൈവമായിരിക്കണം. സങ്കല്പങ്ങളും ആരാധന കർമ്മങ്ങളും വ്യത്യസ്തമായി അതിൽ നിർവചിക്കപ്പെടണം. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്കതിനെ മനസ്സിലാവുന്നത്. നമ്മളെല്ലാവരും അത് പൊതു കാര്യത്തിൽ ഒന്നിക്കുന്നു, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ് എന്നതുകൊണ്ട് സ്വാമിയും അച്ഛനും ഉസ്താദും ഒന്നാണ് എന്ന ഒരു സങ്കല്പം ഇസ്ലാമികമാണോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളത് പറയുന്നു, നല്ല കാര്യം, അതിനെ അംഗീകരിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ഇസ്ലാമികമാണോ? അതെൻ്റെ സംശയമാണ്. അപ്പം ദൈവമുണ്ട് എന്ന കാര്യത്തിൽ ഒന്നിക്കുന്നവർ ഒന്നാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, സംഘർഷത്തിന്റെ സാധ്യതയില്ല. ദൈവമുണ്ട് എന്ന് പറയുന്നവർ കാര്യം മാറ്റി വെച്ചാൽ പിന്നെ ബാക്കി ആകെയുള്ളത് ആരാണ്? ദൈവമില്ല എന്ന് പറയുന്നവർ. ദൈവമില്ല എന്ന് പറയുന്നവരോട് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരോട് സൗഹാർദ്ദ നിലക്കുള്ള സംവാദം ആവാം, അതാണ് പൊതുവിൽ സ്വീകാര്യമായത് എന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാസർ ഫൈസി മുന്നോട്ട് വെക്കുന്ന ആ ചിന്തയെ, ആ ആഹ്വാനത്തെ അഭിനന്ദിക്കുന്നു. പക്ഷെ അത് ഇസ്ലാമികമായിട്ട് ശരിയാണോ അല്ലേ? ഇസ്ലാമിൽ അതിന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട മതനിരാസം പ്രഖ്യാപിക്കുകയോ മതത്തിനെതിരായി പ്രവർത്തിക്കുകയോ മതത്തെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾ, മതത്തിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്ന ആളുകളോടുള്ള സമീപനത്തിൽ ഒരു പരിഷ്കരണം ആവശ്യമാണ് കാലികമായിട്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വിശ്വാസികളും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, വ്യത്യസ്ത മതങ്ങളുള്ളവർ, ഒരേ മതത്തിന്റെ വ്യത്യസ്ത ധാരകളിലുള്ളവർ, മതനിഷേധം പറയുന്നവർ, മതത്തിൽ നിന്ന് പുതിയതായിട്ട് പുറത്തു പോകുന്നവർ, ഇവരോടൊക്കെ സൗഹാർദ്ദ നിലക്കുള്ള സംഭാഷണം, ചർച്ച, ഇത് മാത്രമാണ് സ്വീകാര്യമായിട്ടുള്ളത്. മറ്റു പരിപാടികളൊന്നും ശരിയല്ല എന്ന വാദത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് ഞാൻ പറയണത് കേൾക്കേണ്ട, ഉസ്താദ്മാർ പറയണതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാം.
പക്ഷെ ദൈവം ഇല്ലെന്ന് പറയുന്ന ഏകത്വത്തിലൂടെ മാത്രമേ നമുക്ക് സംവാദമുള്ളൂ. അത് മാന്യമായി നമ്മൾ സംവദിച്ചാലും പ്രശ്നമില്ല. കാരണം ഒരു കാര്യത്തെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ പിന്നെ സർവീസ് പറഞ്ഞത് പോയി, ഞങ്ങൾ പറഞ്ഞത് പോലും കേട്ടില്ല. ഞാനൊരു ഇതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടൊക്കെ പറഞ്ഞോന്നില്ല. ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുള്ള ആളുകളാണ്, ശ്രദ്ധിക്കുന്ന ആളാണ്. നമ്മള് പറയാവുന്ന ആളെ ഒരുപാട് ഭാഗത്ത് കേൾക്കാറുണ്ട്. ഞാൻ കേൾക്കാതെ പോകുന്ന ആളൊന്നല്ല, കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ ഒരു ഭാഗം ആ വീഡിയോയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിന്റെ പരാമർശത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു പരിപാടിയുടെ ഒരു വീഡിയോ കേൾപ്പിച്ചുകൊണ്ട് അതിനോട് എൻ്റെ പ്രതികരണം നടത്തുന്നത്. കാരണം അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട്, മീൻസ് വ്യക്തിപരമായിട്ട് എന്നെയല്ല, ദൈവനിഷേധം പറയുന്നവർ, ദൈവവിശ്വാസമില്ലാത്തവരുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച്, ധാർമ്മിക ചിന്തയെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ട്, അതിനോടുള്ള എൻ്റെ പ്രതികരണം കൂടി പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടൊക്കെയാണ്. അപ്പം എന്തായാലും മതം അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നവരുമായിട്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള ചർച്ചയായാലും കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്കെങ്കിലും കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ആശാവഹമാണ്, സ്വാഗതാർഹമാണ്. പിന്നെ നമ്മളൊരു കാര്യത്തിൽ എനിക്കൊരു ഭാഗം മാത്രമേ ഇതിൽ പറയുന്നത്. ദൈവം വേണമെന്ന് പറയുന്നവർ നാളെ പലപ്പോഴത്തെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിടത്തില്ലേ ദൈവത്തെ കാണുന്നത്. ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുമെന്ന എന്നെ കാണുന്നുണ്ട്. ആ ശക്തിയുടെ ഒരു കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ഇടയാളനാണ് ഞാൻ എന്ന ബോധം ഉണ്ടാക്കുമ്പോഴാണ് ഒരു ധാർമ്മികതയെ കെട്ടിപ്പടുക്കാൻ സാധിക്കും. ചോദിക്കാനും പറയാനും പാടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് അത് താന്തോന്നിന്റെ ജീവിതമാണ്. ഈ ഒരു പരാമർശത്തോട് ആ വേദിയിലിരിക്കുന്ന മറ്റു ആരും യോജിച്ചതായിട്ട് കണ്ടില്ല. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. ഇത് ആ ഒരു പരിപാടിയിൽ ദൈവവിശ്വാസ സങ്കല്പങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു 6 അംഗ പാനലില്, 7 അംഗങ്ങളുള്ള ഒരു പാനലില് വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിരുന്നു ഇത്. മനുഷ്യൻ ധാർമ്മികനായിട്ട് ജീവിക്കണമെങ്കിൽ മോളിൽ ഒരാൾ ഇതെല്ലാം കണ്ടിരിക്കുന്നുണ്ട് എന്ന ഭയം, ഒരു വിധേയത്വ ഭാവം, ഒരു അടിമഭാവം, ഒരു പേടി ഉണ്ടാവണമെന്നും ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വരികിൽ എല്ലാവരും അധർമ്മകാരികളായി പോകും എന്നുള്ള പ്രസ്താവന, അത് ഇസ്ലാം മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് ആ വേദിയിൽ എനിക്ക് തോന്നി. ആ വേദിയിൽ ക്രിസ്തുമതത്തെ പ്രതികരിച്ച ആളുണ്ടായിരുന്നു. ഹൈന്ദവ ദർശനങ്ങളുടെ 3 ധാരകൾ അവിടെ പരാമർശിക്കപ്പെട്ടു, അവരുടെ സങ്കല്പങ്ങൾ. ഇസ്ലാമിലെ തന്നെ സൂഫി ഒരു ധാരയെ, അതിലുള്ള ദൈവസങ്കല്പത്തെക്കുറിച്ചാണ് അവിടെ മുസ്തഫ മൗലവി സംസാരിച്ചത്. ഇവരാരും ഉന്നയിക്കാത്ത ഒരു വാദമാണ്, ഏതെങ്കിലും ഒരു ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു മനുഷ്യന് ധർമ്മിഷ്ഠനാവാൻ കഴിയില്ല, ധാർമ്മിക ബോധമുള്ളവനാവാൻ കഴിയില്ല എന്ന വാദം. ഇവിടെ ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇതൊരു വികലമായ ദൈവവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തത് മനുഷ്യരുടെ ബുദ്ധിയെക്കുറിച്ചും ബോധത്തെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമില്ലായ്കയാണ്. അല്ലെങ്കിൽ ധാർമ്മികത എന്ന പൊതു സംഭവത്തെക്കുറിച്ച്, എന്താണ് ധാർമ്മികത, എന്തിനാണ് ധാർമ്മികത, ആർക്കാണ് ധാർമ്മികത, ഇത് എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ വികസിച്ചു എന്നതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ലായ്മയുടെ പ്രശ്നം ഉണ്ട്. രണ്ടാമത്തത്, ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണ് കാര്യമെങ്കിൽ ദൈവം ഒരു കഴിവ് കെട്ടവനാണ് എന്ന് പറയാം. കാരണം ഒരു മനുഷ്യൻ ധർമ്മിഷ്ഠനായി ജീവിക്കാൻ തന്നെക്കുറിച്ചുള്ള ഭയം പുറത്തുനിന്ന് അകത്തോട്ട് സന്നിവേശിപ്പിക്കണം, അല്ലെങ്കിൽ ഒരാൾ വിശ്വസിച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരാൾ വായിച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ഭയപ്പെടുത്തി ഈ ധാർമ്മിക ബോധവും ഭയവും ജനിപ്പിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ സൃഷ്ടി ധാർമ്മികനായി ജീവിക്കൂ എങ്കിൽ ആ ദൈവം അപൂർണനാണ്, ആ ദൈവം കഴിവ് കുറഞ്ഞ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാദം ഒരേ സമയത്ത് ദൈവത്തെയും മനുഷ്യനെയും നിന്ദിക്കുന്ന വാദമാണ് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. ഇനി യുക്തിവാദി ധാർമ്മികവാദിയായി മാറിയാലും ധർമ്മം ഉണ്ടായാലും നിരർത്ഥകം. ദൈവമില്ലാത്ത യുക്തിവാദി, ഈശ്വര വിശ്വാസമില്ലാത്ത ആള് മാനവികതയെ ഭൂഷിച്ചാൽ, ധാർമ്മികതയെ പഠിപ്പിച്ചാൽ നിരർത്ഥകമായ ഒരു വാദമാണ്. കാരണം ഇത് പറയാനുള്ള കാരണം 2 ഒന്ന്, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന മതം, ദൈവവിശ്വാസം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസമില്ലായ്മ. കാരണം ഈ മതത്തിൽ നിന്നാൽ മാത്രമേ ധർമ്മം ഉണ്ടാവൂ, ധാർമ്മികത ഉണ്ടാവൂ, മാന്യമായിട്ട് ജീവിക്കൂ, പ്രശ്നക്കാരനല്ലാതെ ജീവിക്കൂ, സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കൂ എന്ന് അവകാശപ്പെടുന്നവർക്ക് അതങ്ങനെയല്ല എന്ന് ആ മതസമൂഹത്തിലുള്ള ആളുകളുടെ പ്രവർത്തനത്തിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമാണ് അല്ലെങ്കിൽ മുസ്ലിം ആയാൽ ധാർമ്മികനായി, ദൈവവിശ്വാസിയായാൽ എല്ലാമായി എന്ന വാദം പൊളിയുമ്പോൾ ഉണ്ടാവുന്ന ജാള്യത. അതല്ലെങ്കിൽ ദൈവവിശ്വാസവും മതവിശ്വാസവും ഒന്നും ഇല്ലാത്ത ഒരാൾ സമൂഹത്തിൽ മാന്യമായും അന്തസ്സായും ധർമ്മനിഷ്ഠയിലും ജീവിക്കുന്നു, ഒരാൾക്കൊരു ഉപദ്രവവും ഇല്ലാതെ, ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സുഖവും സുന്ദരവും സമാധാനപൂർണ്ണമായിട്ട് ഒരു ജീവിതം ജീവിക്കുന്നത് നാട്ടുകാർ കാണുന്നതിലുള്ള ജാള്യത. ഈ രണ്ടാലൊരു ജാള്യതയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ വാദം. എന്ത്, ഇനിയിപ്പം ദൈവവിശ്വാസം അല്ലാത്ത ഒരാൾക്ക് ഇനിയിപ്പോൾ ധർമ്മിഷ്ഠനായി ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് ആ ജാള്യതയിൽ നിന്നുണ്ടാവുന്ന. രണ്ടാമത്തെ ഒരു കാര്യം,
ഇവരുടെ ദൈവവിശ്വാസ സങ്കല്പം എത്രമേൽ സ്വാർത്ഥമാണ് എന്നതാണ്. ഒരു ഭാഗത്ത് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റും പ്രശ്നങ്ങളും ചെയ്യാതിരിക്കുകയും മറുഭാഗത്ത് മറ്റെന്തെല്ലാമോ പ്രതീക്ഷിച്ചുകൊണ്ട് ധാർമ്മികനായിട്ട് ജീവിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഗതികേട് ഈ വാദഗതിയെ മുന്നോട്ട് പോകും. ഈ വാദം അവസാനിപ്പിക്കുന്നത് വരെ ഇസ്ലാം അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മതവിശ്വാസിയായാൽ മാത്രമേ ഒരാൾ ധാർമ്മികനാവൂ എന്ന് പറയുന്നതും മതവിശ്വാസമോ ദൈവവിശ്വാസമോ ഇല്ലാതെ ഒരാൾക്ക് ധാർമ്മികനാകാൻ കഴിയില്ല എന്ന് പറയുന്നതും അഥവാ കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് പറയുന്നതും സാമാന്യം ഭേദപ്പെട്ട അല്പത്തരമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അപ്പൊ അതുകൊണ്ട് മതത്തിന്റെ പ്രതിനിധികൾ സാമാന്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് ഇതുപോലെ ഉള്ള വേദികളിലെങ്കിലും സംസാരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നിയന്ത്രിതാവില്ലാത്ത കാലത്തോളം തന്റെ നിലപാട് എന്താണ്? അതുകൊണ്ട് നിരീശ്വരത്വത്തെയാണ് അപകടകരമായി നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് വരുമ്പോൾ മാത്രമാണ് രക്ഷക്ക് ഫലം ചെയ്യുന്നതിന് ഫലവും ഗുണവും തിന്മ ചെയ്യുന്ന ശിക്ഷയും കൊടുക്കാൻ സാധിക്കുക നമുക്കേക്കാൾ കഴിവുള്ള ഒരു ശക്തിക്കാണ്. ആ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ടാകുമ്പോൾ മാത്രമേ ധർമ്മത്തിന് സംസ്ഥാപനം ഉണ്ടാവും, ധാർമ്മിക ചുറ്റുപാടുണ്ടാവും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്, പ്രകടമാണ്. അതായത് നമ്മൾ ധർമ്മിഷ്ഠനായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അധർമ്മകാരിയായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ ശിക്ഷ കിട്ടണം എന്ന നമ്മുടെ മനസ്സിന്റെ തേട്ടം എന്നാണ് ഇവർ പറയാം. അത് സാധ്യമാവണമെങ്കിൽ നമ്മളെക്കാൾ കഴിവുള്ള ഒരു ശക്തി ഉണ്ടാവണം, മനസ്സിലാവണം. അപ്പൊ ഈ എല്ലാ തേട്ടങ്ങളും ആരുടെ തേട്ടാണ്? മനുഷ്യന്റെ തേട്ടമാണ്. ഇവിടെയാണ് നാസർ ഫൈസി കൂടത്തായും വിശ്വാസികളായിട്ടുള്ള സകല മനുഷ്യരും സഹോദരങ്ങളും ആലോചിക്കേണ്ടത്, ധാർമ്മികത എന്നത് മനുഷ്യന്റെ ആവശ്യമാണ്, മനുഷ്യന് മാത്രം ആവശ്യമുള്ളതാണ്. മനുഷ്യന് വേണ്ടി മനുഷ്യരാൽ നിർണയിക്കപ്പെടുന്ന ധാർമ്മികതയാണ് ലോകത്തുള്ളത്. എല്ലാ മനുഷ്യരും ധർമ്മിഷ്ഠരായിരിക്കേണ്ടത് മനുഷ്യരുടെ പൊതുവായ ജീവിതത്തിൽ ആവശ്യമായതുകൊണ്ടാണ്. മനുഷ്യന്റെ അധർമ്മം ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് വാദമുണ്ടെങ്കിൽ ദൈവം അപൂർണനാണ്, അശക്തനാണ്. അപ്പൊ പിന്നെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ വരിക സാധ്യമല്ല ദൈവവിശ്വാസം അനുസരിച്ച്. പിന്നെ മനുഷ്യൻ ധർമ്മിഷ്ഠനാവേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ്. അത് ഏത് മനുഷ്യർക്ക് വേണ്ടിയാണ്? അവനവന് വേണ്ടി മാത്രമാണോ? അല്ല, അവനവനും ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി. അപ്പൊ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ധാർമ്മികമായ ഒരു പൊതുമൂല്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ പൊതുവായ ജീവിതം സുഗമമാവും എന്നതുകൊണ്ട് മനുഷ്യർ വികസിപ്പിച്ചെടുത്ത നിയമങ്ങളാണ് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ. അത് കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും സമൂഹത്തിനനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു കാലത്ത് അധർമ്മമാണ് എന്ന് വിചാരിക്കാത്ത പല കാര്യങ്ങളും അധർമ്മമായിട്ട് മനസ്സിലാകും, തെറ്റായിട്ട് മനസ്സിലാകും. വളരെ പെട്ടെന്ന് ഉസ്താദുമാർക്കും വിശ്വാസികൾക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം അടിമത്തമാണ്. അടിമത്തം ഒരു തെറ്റാണെന്നോ പ്രശ്നമാണെന്നോ അതൊരു അധാർമിക പ്രവർത്തനമാണെന്നോ അത് പാടില്ലാത്തതാണെന്നോ ഒരു ചിന്ത ഇസ്ലാമിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഇസ്ലാം ഇറ്റ്സെൽഫ് ഒരു അടിമത്ത മനോഭാവം മറ്റുള്ളവരിൽ നിറക്കുന്നവരാണ്. അള്ളാഹിന്റെ അടിമകളാണ് മറ്റു മനുഷ്യർ. ഈ മറ്റു മനുഷ്യരിൽ ചില ആളുകളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു, അവർക്ക് ചില ആളുകളുടെ കൈകാര്യകർത്തൃത്വം കൊടുത്തിരിക്കുന്നു. പ്രധാനമായിട്ടും ഭാര്യമാര്, പിന്നെ അടിമകൾക്ക് ഉടമസ്ഥൻ മനുഷ്യരനായിട്ട് ഉണ്ട്. അപ്പൊ ഈ അടിമ വ്യവസ്ഥ തെറ്റാണ് എന്ന് മനസ്സിലാക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അടിമ വ്യാപാരവുമായി ബന്ധപ്പെട്ട അതിന്റെ സകല സാധ്യതകളും ഇസ്ലാമിന്റെ ഒരു പ്രചാരണ പ്രവർത്തനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ നല്ലൊരു ഗുണഭോക്താവായിരുന്നു മുഹമ്മദ് നബി എന്നതും സ്പഷ്ടമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമൂഹത്തിൽ പോലും അടിമത്തം ഹലാലാണ് എന്ന് പറയാൻ പോലും ജാള്യതയുള്ള ഒരു കാലഘട്ടമാണ്. ഒരു മോലിയാരോട് നിങ്ങൾ ചോദിച്ചാൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ ഇസ്ലാമിന്റെ ഫിഖ് അനുസരിച്ച്? ഞാൻ നാസർ ഫൈസി കൂടത്തായോട് ചോദിക്കുകയാണ്, സ്ലേവറിയുടെ ഇസ്ലാമിന്റെ വിധി എന്താണ്? അടിമത്തം എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അതോ ഇസ്ലാമിൽ അത് അധാർമിക പ്രവർത്തനമായിട്ടും അത് തിന്മയായിട്ടും എണ്ണിയിട്ടുണ്ടോ? അത് തിന്മയാണെന്ന് പറയാൻ ഇസ്ലാമിൽ കഴിയില്ല, ഖുർആനിൽ കഴിയില്ല. അപ്പൊ ഇതൊക്കെ ഒന്നാം തരം ഉദാഹരണമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ധാർമ്മികത ഉണ്ടായിരിക്കേണ്ടത് മനുഷ്യനാണ്, അത് ഉണ്ടാക്കിയെടുത്തത് മനുഷ്യനാണ്, അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനാണ്, അത് മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിർമ്മിക്കുന്ന സങ്കല്പങ്ങളും ചിന്തകളും നിയമങ്ങളും ആണ്. ഇനി ഈ ധാർമ്മികത, മനുഷ്യന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയ ധാർമ്മികത ജീവിതത്തിൽ എല്ലാവരും പാലിക്കാൻ ഒരു ദൈവം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ആലോചിച്ചുണ്ടാക്കുന്നത് ആരാണ്? അതും മനുഷ്യരാണ്. ഏത് മനുഷ്യർ? ദൈവവിശ്വാസികളായിട്ടുള്ള മനുഷ്യർ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പണ്ട് കാലത്ത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ രാഷ്ട്ര സംവിധാനങ്ങളും നിയമങ്ങളും ഭരണകൂടങ്ങളും കോടതികളും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഇത്തരം ധാർമ്മികത മനുഷ്യർ പാലിക്കുന്നതിലേക്ക് ആവശ്യമായിട്ട് അവരെക്കാൾ ശക്തനായ ഒരു ആൾ ഇതിന് മുകളിലിരിക്കുന്നുണ്ട് എന്ന ഒരു ഭയം സാധാരണ മനുഷ്യരിൽ നിലനിർത്തേണ്ടത് അന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു.
അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലില്ല, ആരും പേടിയില്ലെങ്കിൽ പഠിച്ചോനെങ്കിലും പേടി ഉണ്ടാവുന്നത്. ആ പഠിച്ചോനെ പേടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അന്നത് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് മനുഷ്യർ ധാർമ്മികരായിട്ട് ജീവിക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ട് മാത്രമാണ് അല്ല. അത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ജീവിതം, നമ്മുടെ ശൈലികൾ അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യർ ധാർമ്മികത പാലിക്കുന്നതും പുലർത്തുന്നതും. അപ്പോഴും ഒരു കൂട്ടം മനുഷ്യർ പറയാണ്, ഇല്ല അള്ളാഹിനെ പേടിയില്ലെങ്കിൽ ഞങ്ങൾ പഴച്ചു പോകും, ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരായി പോകും എന്ന് ഒരു കൂട്ടം ആളുകൾ സ്വയം പറഞ്ഞാൽ അവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനപ്പുറത്തുണ്ടാകുന്ന ഒരു സങ്കല്പം അരക്ഷിതാവസ്ഥ പറയാൻ എളുപ്പമാണ്, പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷേ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുക സാധ്യമല്ല. ഇത് വളരെ തമാശയുള്ള ഒരു ഭാഗമാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ തന്നെ ദൈവമൊന്നും ആവശ്യമില്ല ധാർമ്മികത ഉണ്ടാക്കാൻ, ദൈവത്തെക്കുറിച്ചുള്ള ഭയമൊന്നും വേണ്ട മനുഷ്യർ ധാർമ്മികരായിട്ട് ജീവിക്കാൻ, അതിന് മറ്റു സംവിധാനങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, അത് പറയാൻ മാത്രം എളുപ്പമാണ് എന്നാണ് നാസർ ഫൈസി പറയുന്നത്. അതിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശയായിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നിയത്. ഒന്ന്, ദൈവത്തിന്റെ ചരടിൽ നമ്മൾ കോർത്തെടുക്കപ്പെടുന്നു മതവിശ്വാസം. ദൈവമില്ലെന്ന് പറയുന്നവർ പലതായ ചരടുകളിൽ പലതായി ചിന്തിപ്പിച്ചു പോകുന്നു. അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാവില്ല, അവർക്കൊരു ഒത്തൊരുമ ഉണ്ടാവില്ല. ദൈവമില്ലെന്ന് പറയുന്നവർ ഇല്ലെന്നതിൽ ഒരു വാദമുണ്ടെന്നല്ലാതെ അവരൊരു ചിന്തയിലും അവർക്കൊരു ഏകീകരണമില്ല. അതുകൊണ്ട് ചിതറിയ കുറെ സങ്കല്പങ്ങൾ മാത്രമാണ് ദൈവം നിഷേധിക്കുന്നത്. ചിതറിയ കുറെ ചിന്തകൾ, ഒന്നും കാണാത്ത ഒരു ഫലവുമില്ലാത്ത ഒരു ചിന്ത മാത്രമാണ് ദൈവം നിഷേധിക്കുന്നത്. അതാണ് അതിന്റെ തെളിവ്. അതായത് ദൈവമില്ല എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്തവർ, മതത്തെ അംഗീകരിക്കാത്ത ആളുകൾക്ക് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന ഒരു പൊതു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഭയങ്കര ഭിന്നിപ്പാണ്. ഒരു അഭിപ്രായ ഐക്യമില്ല, ഒരു ഏകീകരണമില്ല, ഒരൊറ്റ കൂട്ടായ്മയായിട്ട് മനുഷ്യർ നിലനിൽക്കുന്നില്ല. അതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, കാരണം അതിന്റെ മറുപടി അദ്ദേഹം പറയുന്ന ഇതിന്റെ മറുപടി, അതായത് ദൈവവിശ്വാസം ഉണ്ടായാൽ അവിടെ എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിനോട് മറുപടി ഒന്നുമില്ല, അത് ജസ്റ്റ് നമ്മൾ കേൾക്കുക, അത്രേ ഉള്ളൂ. ദൈവസംസ്കാരിയും ദൈവവിശ്വാസിയുമാണ് അവർക്കൊരു ഏകീകൃത രീതി ഉണ്ടാകുന്നത്. അവർ നമ്മൾ ഒന്നെത്തുന്നത് ദൈവം വേണോ വേണ്ട എന്ന സങ്കല്പത്തിലേക്ക് അത് മറ്റൊരു പാർട്ടാണ്. വേണമെന്നത് യുക്തിസഹമാണ്. രാജ്യത്തിന്റെ ലോകത്തിന്റെ ഭദ്രതക്കും ജീവിതം, ഇന്നത്തെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് കണ്ടെത്തുന്നതിനും ദൈവം ആവശ്യം. ദൈവം ആർക്കാവശ്യമാണ്? മനുഷ്യനാവശ്യമാണ്. ഈ ജീവിതത്തിന്റെ ശേഷം എന്ത് എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് എളുപ്പത്തിൽ പറയാവുന്ന ഉത്തരമാണ് ദൈവം, പരലോകം. എന്തുകൊണ്ട് മതവിശ്വാസി ആയിരിക്കണം എന്നതിന്റെ എളുപ്പത്തിൽ പറയാനുള്ള ഉത്തരമാണ് ധാർമ്മികത, സ്വർഗനരകം. ഇതാണ് ലളിതമായിട്ട്. അല്ലെ രസം എന്താന്ന് വെച്ചാൽ ദൈവവിശ്വാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെല്ലാവരും ഒരു ചരടിൽ കൂർത്ത മുത്തുമണികളെ പോലെ ഐക്യപ്പെടും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നാണ്. ഞാൻ ആ പരിപാടിയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ആ അർത്ഥത്തിൽ ദൈവികമായ ചിന്തയുള്ള മനുഷ്യരുടെ ഒരു പൊതു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നാൽ പിന്നെ നമുക്ക് ദൈവത്തെ വിമർശിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. മതവിമർശനം, യത്തീസം, യുക്തിവാദം എന്നൊന്നും പറയുന്ന പ്രവർത്തനത്തിന് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം ഒരു കൂട്ടം മനുഷ്യർ അവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കും, ദൈവമാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് വിശ്വസിക്കും. അതേസമയം അവർ വ്യത്യസ്തമായ പേരുകളിൽ ആ ദൈവത്തെ വിളിക്കുന്നു, വ്യത്യസ്തമായ ആരാധനാ രീതികൾ അവർ വെച്ച് പുലർത്തുന്നു. അവർ തമ്മിൽ യാതൊരു കലഹവുമില്ല, അവർ മറ്റു മനുഷ്യരുടെ ജീവിതത്തെ യാതൊരു തരത്തിലും പ്രയാസപ്പെടുത്തുന്നുമില്ല. എന്നിരിക്കെ ദൈവവിരുദ്ധ ചിന്തയും മതവിരുദ്ധ പ്രവർത്തനവും അത്ര പ്രസക്തമായിരിക്കില്ല എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ദൈവവിശ്വാസം ഉള്ള മനുഷ്യർ ആ അർത്ഥത്തിൽ ഒരു ഏകീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അത്തരം ഐക്യപ്പെടലുകളുടെ വേദികൾ പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, ഒരേ ആരാധനാലയത്തിൽ തന്നെ വ്യത്യസ്തമായ ആരാധനകൾ നടക്കുന്ന തരത്തിലേക്ക് വിശ്വാസി സമൂഹം, ദൈവവിശ്വാസമുണ്ട് പക്ഷെ വ്യത്യസ്ത രീതികളിൽ ആരാധിക്കുന്നു, വ്യത്യസ്ത പേരുകളിൽ ദൈവത്തെ വിളിക്കുന്നു, എങ്കിലും ഞങ്ങൾ പൊതുവിൽ ഏകദൈവ വിശ്വാസികളാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൊതു ആരാധനാലയം ധാരാളമാണ്. ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് നമസ്കാരവും കുർബാനയും നടത്താനും, ക്രിസ്ത്യൻ ചർച്ചിൽ കയറിയിട്ട് നമസ്കാരവും പൂജയും നടത്താനും, മുസ്ലിം പള്ളിയിൽ കുർബാനയും പൂജയും നിസ്കാരവും നടത്താനും ഒക്കെ പറ്റുന്ന തരത്തിൽ വിശാലാർത്ഥത്തിലുള്ള ഒരു ദൈവവിശ്വാസ കൂട്ടായ്മ രൂപപ്പെട്ടാൽ, എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഈ വക പരിപാടികളൊക്കെ നിർത്തും. കാരണം പിന്നെ നമ്മൾ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ച, ഞാൻ അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാറില്ല. ഇനി ധാർമ്മികതയാണ് അത്യാവശ്യം, ദൈവം ഉണ്ടെങ്കിലേ ഞങ്ങൾ ധാർമ്മികത കാണിക്കുള്ളൂ, ഞങ്ങളെ മതവിശ്വാസം പോയാൽ ഞങ്ങൾ താന്തോന്നികളാവും എന്ന് ഒരു കൂട്ടം ആളുകൾക്ക് ഭയമുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാ ആചാരങ്ങളും ആരാധനകളും നിർവഹിക്കുന്നവരും പൊതുവിൽ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധാർമ്മികത പുൽകുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മതത്തിലെയും പെട്ട ആളുകൾ ഒരേ മതപാഠശാലയിൽ അല്ലെങ്കിൽ ധാർമ്മിക പാഠശാലകൾക്ക് ശ്രമിച്ചൂടെ?
ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും മുസ്ലിം കുട്ടികളൊക്കെ ഒരുമിച്ച് രാവിലെ വന്നിരുന്ന് ധാർമ്മിക ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകതയും ധാർമ്മികതയും ദൈവവിശ്വാസവും തമ്മിലുള്ള ബന്ധവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പൊതു ധർമ്മ പാഠശാലകൾ ആലോചിച്ചുകൂടെ? പൂർണ്ണമായിട്ടും ഞാൻ അതിനെ പിന്തുണക്കും. എൻ്റെ ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ള അത്തരം കാര്യങ്ങളിൽ അപ്രസക്തമാണ്. എന്നോട് പൂർണ്ണമായിട്ടും സഹകരിക്കും. ഇതും വിശ്വാസികൾക്ക് ആലോചിക്കാവുന്നതാണ്. ഈ രണ്ട് സാഹചര്യങ്ങൾ സമൂഹത്തിലുണ്ടായാൽ പിന്നെ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതുപോലെ വിശ്വാസമുള്ളവരോടും ഇല്ലാത്തവരോടും സൗഹാർദ്ദപരമായ ഒരു സമീപനം, സംഘർഷരഹിതമായ ഒരു സമീപനം, ആരോടും അക്രമമില്ല, പിന്നെ സമരമില്ല, പ്രശ്നങ്ങളില്ല എങ്കിൽ ആരും മതത്തെ വിമർശിക്കേണ്ടി വരില്ല. പിന്നെ വിശ്വാസത്തെക്കുറിച്ചുള്ള ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എന്താ പറയുക ഭൗതികമായ സംസാരങ്ങളും തത്വചിന്താപരമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെയുള്ള സമയമാണ്. അതിൽ ഒരു സംഘർഷം ഉണ്ടാവില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അതിനുവേണ്ടി എല്ലാ മതവിശ്വാസികളും എല്ലാ മതത്തിന്റെ ആചാര്യന്മാരും കൂടുതൽ ചേർന്നിരിക്കുകയും പൊതു ദൈവവിശ്വാസി കൂട്ടായ്മ ഉണ്ടായി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോഴും ഒരു പ്രശ്നം, എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞത്, ഇവർ ഈ പറയുന്ന, അതായത് ഇപ്പം നാസർ ഫൈസി കൂടത്തായി പറഞ്ഞതുപോലത്തെ ഒരു ദൈവവിശ്വാസ സങ്കല്പത്തെക്കുറിച്ചല്ല ബാക്കി അവിടെ ആളുകൾ സംസാരിച്ചത്. അത് കേൾക്കുമ്പോൾ വളരെ നിരുപദ്രവകരമായ ഒരു ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ അവിടെ പരാമർശിക്കപ്പെട്ടു. അതായത് ദൈവം എന്ന പ്രത്യേകമായ ഒരു എൻറ്റിറ്റി ഇല്ല, ആകെ ഉള്ളത് ഒരു എനർജിയാണ്. എനർജി ആയിട്ട് എന്തുണ്ടോ അതാണ് ദൈവം. ഈ കാണുന്നതും എല്ലാം ദൈവത്തിന്റെ അംശമാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളിപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണും അതിൽ ഉള്ള സംഭവങ്ങളും എല്ലാം ദൈവത്തിന്റെ ഭാഗമാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് പിന്നെ നമ്മൾ വേറെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കൂല എന്നതുകൊണ്ട് അത്തരം പിന്നെന്താ പറയുക സ്വീകാര്യമായ ചില ദൈവവിശ്വാസ സങ്കല്പങ്ങളെ കുറിച്ച് അവിടെ പരാമർശിക്കപ്പെട്ടു. ഇനി അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന, അതിനെയൊക്കെ വിലയം ചെയ്തു നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് ദൈവമെങ്കിൽ മതങ്ങൾ തിന്മയാണ്, മതങ്ങൾ തെറ്റാണ്. ആ ദൈവവിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു, അത് ശരിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി നിങ്ങളുടെ മതങ്ങൾ പിരിച്ചുവിടുകയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും